ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏകദേശം 2021 സ്റ്റാർട്ട് ചെയ്ത ഈ യൂണിവേഴ്സിറ്റി സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2021 അവർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചെങ്കിലും 22 മുതലാണ് അവർ ബാച്ചുകൾ ആരംഭിച്ചു തുടങ്ങിയത്. 23, 24, 25 അവർ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പം ഇതില് കുറേ അധികം കുട്ടികള് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ ഇനി നിൽക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ഫീസ് സ്ട്രക്ചറുകൾ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചും വിശദമായിട്ട് അവരുടെ പ്രോസ്പെക്ട് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ UG ആവട്ടെ PG ആവട്ടെ, അവർ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കാണണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളൊരു 2025, 24, 25 പ്രോസ്പെക്ട്സ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് ഇപ്പം അവര് ജൂണിൽ തുടങ്ങിയിട്ടുള്ള അഡ്മിഷൻ ഏകദേശം നവംബർ അവസാനത്തേക്കാണ് അവര് അഡ്മിഷൻ ക്ലോസ് ചെയ്തത്. ഇനിയിപ്പം അവർ അടുത്ത ജൂണിലാണ് നിലവിൽ നമ്മൾ അവരുടെ അടുത്ത സെഷൻ ഓഫ് അഡ്മിഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം ഇഗ്നോ പോലെ 2 ടേമുകളിലായിട്ടും അവര് അഡ്മിഷൻ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നാളിതുവരെ അതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ജൂൺ അല്ലെങ്കിൽ മെയ് അവസാന വാരമായിട്ട് അവർ അഡ്മിഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വളരെ വൈകി തുടങ്ങുകയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മികച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് സ്റ്റുഡൻസ് UGക്കും PGക്കും അവിടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഒരു സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം മലയാളത്തിൽ പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളൊക്കെ മലയാളത്തിൽ അതിന് പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി യൂണിവേഴ്സിറ്റിയുടെ ഒരു സുതാര്യത, കാര്യങ്ങൾ നടത്തുന്നതിനും പരീക്ഷയാണെങ്കിലും സിലബസുകളാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വിതരണം ചെയ്യുന്നതിലൊക്കെ ഇഗ്നോയെക്കാളും നല്ല സുതാര്യമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം റീജിയണൽ സെന്റേഴ്സും അതുപോലെ തന്നെ ലേണർ സെന്ററുകളും നമ്മുടെ വീടിനോടൊക്കെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോട് അടുത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതും വേറൊരു പ്രത്യേകതയാണ്. പിന്നെ സെമിസ്റ്റർ സിസ്റ്റം ആണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു റെഗുലർ ഡിഗ്രി പഠിക്കുന്നത് പോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലും സെമിസ്റ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ആകർഷിക്കാനുള്ള കുട്ടികളുടെ എലമെന്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ 2024 മുതൽ 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാം ആണ് നിലവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ കുറച്ച് ഡിഗ്രികൾ 3 ഇയർ ആയിട്ടും ഏകദേശം 6ഓളം കോഴ്സുകൾ ഓണേഴ്സ് ബിരുദമായിട്ടും നടത്തുന്നുണ്ട്. അതിൽ BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BCom, BBA ഇത്രയും പ്രോഗ്രാമുകളാണ് അവര് ഓണേഴ്സ് ബിരുദം, അതായത് 4 ഇയർ UG പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നത്. അതല്ലാതെ 3 വർഷത്തെ UG പ്രോഗ്രാമും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരുപാട് റീജിയണൽ സെന്ററുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ ഒരു സമൂഹത്തിന്റെ ചുറ്റുപാടിൽ ഇപ്പം അവർക്ക് ഏകദേശം 4 റീജിയണൽ സെന്ററുകളാണ് ഉള്ളത്. 5 റീജിയണൽ സെന്ററുകളാണ് ഉള്ളത്. അതിൽ കൊല്ലമാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൊല്ലം ഉൾപ്പെടെ 5 എണ്ണമാണ്. കോഴിക്കോട് ആർട്സ് കോളേജ് ആണ് ഒരു റീജിയണൽ സെന്റർ മലബാർ റീജിയനിലെ. അതുപോലെ തന്നെ പാലക്കാട് പട്ടാമ്പി SNGS കോളേജ് ആണ് അവരുടെ മറ്റൊരു റീജിയണൽ സെന്റർ. എറണാകുളത്തുള്ള ഗവൺമെന്റ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറയാണ് എറണാകുളം ഭാഗത്തുള്ളവരുടെ റീജിയണൽ സെന്ററുകൾ. അതുപോലെ തന്നെ തലശ്ശേരി കണ്ണൂർ മേഖലയിൽ ബ്രണ്ണൻ കോളേജ് ആണ് അവരുടെ റീജിയണൽ സെന്റർ. പിന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബ്ലോക്ക് വരുന്നത് കൊല്ലത്താണ്. അങ്ങനെ ഉൾപ്പെടെ ഏകദേശം 5 റീജിയണൽ സെന്ററുകൾ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിലവിൽ ഓരോന്നും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും അവർക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. അതായത് ലേണേഴ്സ് സെന്ററുകൾ ഉണ്ട്. അടുത്തുള്ള ഗവൺമെന്റ് കോളേജോ എയ്ഡഡ് കോളേജോ ആയിരിക്കും നിങ്ങളുടെ ലേണേഴ്സ് സപ്പോർട്ടിംഗ് സെന്റർ ആയിട്ട് രൂപീകരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റും കോൺടാക്ട് ക്ലാസ്സുകളും മറ്റും ലഭിക്കുന്നത് കേട്ടോ. പിന്നെ ഇഗ്നോ ഒക്കെ പോലെ തന്നെ ഏകദേശം ഒരുപാട് സ്കൂൾ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 6ഓളം സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഉണ്ട്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ്
ലാംഗ്വേജ്, സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്കൂൾ ഓഫ് ലോ ആൻഡ് ബിസിനസ്, സ്കൂൾ ഓഫ് ഇന്റർഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ്. ഇങ്ങനെയാണ്. പിന്നെ UGCയുടെ ഇത് പ്രകാരം ഏകദേശം ഇവർക്ക് ഇപ്പോൾ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. അതിൽ തന്നെ 3 വർഷവും 4 വർഷവും ബിരുദം അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ 4 വർഷ ബിരുദക്കാർക്ക് 3 വർഷം കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ച് ഇറങ്ങാം. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ ഓൾറെഡി തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് അക്കാഡമിക് പ്രോഗ്രാംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇയർ UG പ്രോഗ്രാം ആയിട്ട് BBA, BCom, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, ഈ 6 പ്രോഗ്രാമാണ് അവർ 4 വർഷത്തെ ബിരുദം കൊടുക്കുന്നത്. 3 വർഷത്തെ ബിരുദമാണെങ്കിൽ BA അഫ്സൽ ഉലമ, BA അറബിക്, BA ഹിന്ദി, BA സാൻസ്ക്രിറ്റ്, BA എക്കണോമിക്സ്, BA നാനോ എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ BA ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, BCA പോലുള്ള പ്രോഗ്രാമുകളാണ് 3 വർഷത്തെ UG പ്രോഗ്രാം ആയിട്ട്. അതിലിപ്പോ ഈ BCA പോലുള്ള പ്രോഗ്രാംസുകളൊക്കെ വളരെ ദുർലഭമായിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വളരെ കറന്റ് സിനാരിയോയിലുള്ള വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BA നാനോ എന്റർപ്രണർഷിപ്പ്. അതും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനാണ് കൂടുതലും ഡിമാൻഡ്സ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UG വരെ എല്ലാവരും റെഗുലർ ആയിട്ട് ചെയ്ത് PG ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഏകദേശം 12ഓളം PG പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത്. MA അറബിക്, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA ഫിലോസഫി, MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA സോഷ്യോളജി, MCOM. ഇത്രയും പ്രോഗ്രാമുകളാണ്, ഏകദേശം 12ഓളം പ്രോഗ്രാമുകളാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണ് ഇതിന്റെ ഒക്കെ ഒരു എലിജിബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പം ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് ഡിഗ്രിക്ക് എന്താണ് എലിജിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാസ് ഇൻ ദ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് +2 അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഏതിന്? UGക്ക്, BA പ്രോഗ്രാമുകൾക്ക് അവർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം എല്ലാം അതുപോലെ തന്നെയാണ്. സ്പെസിഫിക് ആയിട്ട് ഒന്നിനും യാതൊരു വേറെ ഡിഫറൻസും പറയുന്നില്ല. PGയെ സംബന്ധിച്ചിടത്തോളം എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സാധാരണ റെഗുലർ പല കോളേജുകളിലും ഇപ്പൊ MCOമിന് വേണ്ടി BCom തന്നെ 50% മാർക്കോട് കൂടി വേണം എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ MA അറബിക് എടുക്കുന്ന ഒരു കുട്ടി, MA അറബിക് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കുട്ടി BCom ആണ് എടുത്തതെങ്കിൽ പോലും ആ കുട്ടിക്ക് MA അറബിക് എടുക്കാം എന്നുള്ളതാണ്. അപ്പം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ബിരുദം, അത്ര മാത്രമേ ഈ പ്രോഗ്രാം മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് PGയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിഗ്രി ആണെങ്കിൽ പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ അണ്ണാമലൈ, ഭാരതിയാർ പോലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അവരുടെയൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ UGC റദ്ദ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോപ്പറായി നടക്കില്ല. കാരണം അത് റദ്ദ് ചെയ്യപ്പെട്ടതാണ് UGC, അതുകൊണ്ട് അത് വാലിഡ് ആവില്ല. അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ. റെഗുലർ ആയിട്ട് അവിടെ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ്. അതിന് അഡ്മിഷൻ പോർട്ടൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയാണ് www.sgou.ac.in ആണ് നമ്മൾ ചെയ്യുക കേട്ടോ. പിന്നെ കൂടുതലായിട്ടും ഫീസിനെ കുറിച്ചൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികൾ. ഫീസ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, ഫീസിനെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ BA BCom പ്രോഗ്രാമുകൾ അത് 4 ഇയർ UG ആണെങ്കിലും അല്ലാതെ ഉള്ളതാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഏകദേശം ഇങ്ങനെയാണ് ഫീസ് കാറ്റഗറി: അഫിലിയേഷൻ ഫീ, മെട്രിക്കുലേഷൻ ഫീ, എലിജിബിലിറ്റി ഫീ, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീ, എല്ലാം കൂടി ഏകദേശം ടോട്ടല് 4530 രൂപയാണ് അവരുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ. ഫസ്റ്റ് സെമിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള കുറച്ചധികം ഫീസ് അവർക്ക് ആദ്യത്തെ സെമിസ്റ്ററിൽ വരും. ഞാനിപ്പോ ഡിഗ്രിക്കാരതാണ് പറയുന്നത്. ടോട്ടൽ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4530 രൂപയാണ് പറയുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് സെമിസ്റ്റർ മുതൽ ഏകദേശം 8ാമത്തെ സെമിസ്റ്റർ വരെയാണെങ്കിൽ 2860 രൂപ മാത്രമേ ഓരോ സെമിസ്റ്ററിലും നിങ്ങൾക്ക് ഫീസുകൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോ UG പ്രോഗ്രാമിന്റെ കാര്യമാണ് പറഞ്ഞത്. BBAക്ക് പ്രത്യേക ഫീസാണ്. BBAക്കാരെ സംബന്ധിച്ചിടത്തോളം 5330 ആണ്. എക്സ്ട്രാ കുറച്ച് ഫീസും കൂടി അവർക്ക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം BBA ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണ്. മറ്റുള്ള ഡിഗ്രി അപേക്ഷിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ സെക്കൻഡ് സെമിസ്റ്റർ മുതൽ 8th സെമിസ്റ്റർ വരെ 3660 ആണ്. മറ്റവർക്ക് 2800 ആയിരുന്നു. ഏകദേശം
ഏകദേശം 800 രൂപയോളം അധികം ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് BBA-ക്കാർക്ക്. പിന്നെ യു ജി ആണെങ്കിൽ വ്യത്യാസമില്ല, 4530 തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ 8th സെമസ്റ്റർ വരെ 2860 അപ്പൊ ഇതിൽ തന്നെ ഇപ്പോ 3 ഇയർ യുജിയും 4 ഇയർ യുജിയും പ്രത്യേകം പറയുന്നുണ്ട്. ഓണേഴ്സുകാർക്കും അല്ലാത്തുള്ളവർക്കും പറയുന്നുണ്ട്. പക്ഷെ വലിയ വ്യത്യാസമൊന്നും ഫീസിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ BCA-ക്കാരുടെ ഫീസിൽ വ്യത്യാസമുണ്ട്. 6330 BBA-ക്കാരുടെ ഫീസിൽ വരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഫീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PG-ക്കാരുടെ ഫീസും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് SC/ST OEC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫീസ് ഇളവുണ്ടോ എന്നുള്ളത് പറയുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ ഫീസും അഫിലിയേഷൻ ഫീസും അവർ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഫീസ് എക്സെപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രാൻഡ് പോർട്ടൽ വഴി അവർക്ക് ഗ്രാന്റിന് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ SC/ST സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ളത്. പിന്നെ പ്രോഗ്രാം ചേഞ്ചും കോഴ്സ് ചേഞ്ചും ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതാക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്ത് അവരുടെ പ്രോഗ്രാം നമുക്ക് 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെന്റ് സബ്മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ നിലവിലെല്ലാം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതോടുകൂടി ഓൺലൈൻ വെരിഫിക്കേഷൻ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ അഡ്മിറ്റ് കാർഡ് എക്സാമിന്റെ സമയത്താണെങ്കിൽ അഡ്മിറ്റ് കാർഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് അത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സാധാരണ കിട്ടാൻ വളരെ വൈകാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നിങ്ങളുടെ ഓറിയന്റേഷൻ മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവാത്തൊരു സാഹചര്യത്തിൽ SLM വെർച്വൽ ബുക്ക് ഫോർമാറ്റിലും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പുസ്തകം വായിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എൽഡെസ്ക് എന്നാണ് പേര്. അതിലൂടെയും നിങ്ങൾക്ക് പുസ്തകങ്ങൾ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഓൺലൈൻ ആയിട്ട് റീഡ് ചെയ്യാനുള്ള സംവിധാനം ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവാലുവേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും അവിടെ ഉണ്ടാവാറുണ്ട്. അതായത് അസൈൻമെന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും പ്രോബബിൾ ആയിട്ട് ഒരുമിച്ചാണ് നടക്കുക. അതുപോലെ തന്നെ ഏകദേശം 70:30 റേഷ്യോയിലാണ് 70 മാർക്കാണ് SGO കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി മാർക്കായിട്ട് വരുന്നത്. ടോട്ടൽ 30 മാർക്ക് അസൈൻമെന്റിനുമാണ്. അപ്പൊ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്യും. ഒരിക്കലും റിസൾട്ട്സ് ഔട്ട് ചെയ്യില്ല, മാർക്സ് പുറത്തു വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റും ഈ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷനും ഒരുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സെമസ്റ്ററിന്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടും കാണാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡന്റ് അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ എലിജിബിലിറ്റി, ഫീസ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 2025 നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ PGയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു UGയോ PGയോ എടുക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും മികച്ചൊരു സർവകലാശാലകളിൽ ഒന്നായിട്ട് SGO മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഒരാൾ പുഷ് ചെയ്യുക എന്നുള്ളത്, പഠിക്കാൻ ഇതാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. പ്രീ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും നോട്ട്സും അതുപോലെ തന്നെയുള്ള മറ്റൊരുപാട് സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷന്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.